ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അഞ്ജു അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. പുറത്ത് പോലീസുകാർ നിൽക്കുകയാണ്. അപ്പോഴേക്കും ശിവയും അഭിയും കൂടി വരികയാണ് കേട്ടോ. എന്താ നീ നിൽക്കുന്നത്? നീ ഏതായാലും പുറത്ത് പോകണ്ട, നീ അകത്ത് പോ, ഞാനതെന്താണെന്ന് വെച്ചാൽ ഹാൻഡിൽ ചെയ്യാൻ പറയുകയാണ് കേട്ടോ. അതിനുശേഷം ശിവയും അഭിയും കൂടിയിട്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് പോലീസുകാരോട് പറയുകയാണ്, അഞ്ജുവിന് എന്തായാലും ശരി രാഹുലിനെ പറ്റിയിട്ട് ഒരു കാര്യവും അറിയില്ല എന്ന് പറയുമ്പോൾ പോലീസുകാർ പറയും, ഞങ്ങൾ അതിനല്ല വന്നിരിക്കുന്നത്, ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്, ആ ബോഡി രാഹുലിൻ്റേത് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് വന്നിരിക്കുന്നത് എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ ശിവയും അഭിയാകെ ഇതെങ്ങനെ അവളോട് പറയും എന്ന് പറയണം കേട്ടോ. അതിനുശേഷം അവർ പോയിട്ട് പറയാണ്, എന്തായാലും ശരി നമുക്കൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോവാം, രാഹുൽ എവിടെയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ, എന്തായാലും നമുക്ക് പോകാമെന്ന് പറയണം കേട്ടോ. പുറത്തിറങ്ങിയതും അവൾ പറയണം, എനിക്ക് രാഹുലിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല എന്ന് പറയണം. ആ ശരി പോകാമെന്ന് പറയണം കേട്ടോ. അതിനുശേഷം ശ്രീയോട് വന്നിട്ട് അഭി ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അഭി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശ്രീ ചോദിക്കുന്നുണ്ട്, ഈ രാഹുലും അഞ്ജുവും തമ്മിൽ എങ്ങനെയാണ് ബന്ധം, ഇവരുടെ പാസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പ്രേമിച്ച് കെട്ടിയതാണ്, ഒരു വാടക വീടൊക്കെ എടുത്തു, അവിടെ പോയപ്പോഴാണ് അവൻ്റെ സ്വഭാവം ശരിയല്ല എന്ന് അറിയുന്നത്, അതിനുശേഷം അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു എന്നിങ്ങനെ പറയണം കേട്ടോ. അവിടെ പല ആൾക്കാർ വരും, മോശപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ വർഷ അവളെ പോയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് എന്ന് പറയണം കേട്ടോ. അതേസമയം ഒരു ഫോൺ വരുമ്പോൾ ഫോൺ എടുക്കുമ്പോൾ അത് കട്ടാവും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വല്ല പ്രശ്നമാവുമോ, നമ്മളും കൂടി പോവാതിരുന്നത് മോശമായി എന്നിങ്ങനെ പറയണം കേട്ടോ. ശ്രീയെ അതിൻ്റെ ആവശ്യമില്ല, നമ്മളെല്ലാവരും കൂടി പോയി കഴിഞ്ഞാൽ അവൾക്ക് പ്രശ്നമാകും എന്ന് പറയണം. അതേസമയം പുറത്ത് മോളെ വിളിച്ചിട്ട് രാഘവൻ വന്നിരിക്കുകയായിരിക്കും കേട്ടോ. എന്തൊക്കെയോ ബേക്കറി പലഹാരങ്ങളും കൊണ്ടുവന്നിട്ട് അവിടെ തൂക്കി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം മോളെ എന്ന് വിളിക്കുകയാണ് കേട്ടോ. ആ മോളെ എന്ന് വിളിക്കുന്ന സമയത്ത് തന്നെ അഭി പോവുകയാണ്. അഭി പോയിട്ട് പുറത്ത് പറയും, നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത്, അവളിവിടെ ഇല്ല എന്ന് പറയും. എൻ്റെ മോള് സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞു അവളുടെ കല്യാണം ആയി എന്ന്, അതാരാണ് ചെറുക്കുന്നത് എനിക്കറിയണ്ടേ എന്ന് പറയണം കേട്ടോ. അത് ചെറുക്കനെ അപ്പോഴേക്കും നമ്മൾ ഒളിഞ്ഞിങ്ങനെ നോക്കണ പോലെ നോക്കുകയാണ് കേട്ടോ. ജനലിൽ കൂടെ നോക്കുമ്പോൾ ശ്രീയുടെ മുഖം കാണുമോ, ഇവനാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പിന്നീട് മല്ലിക വന്ന് പറയണം, ആ രാഘവൻ വന്ന് പുറത്ത് ബഹളം ഉണ്ടാക്കുന്നുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ വസുന്ധരയോട്. അപ്പോൾ അന്നും വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി പറയും, അവനെ പറഞ്ഞയക്കി എന്ന് പറയണം കേട്ടോ. പിന്നെ എന്താ നീ പറഞ്ഞില്ല എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ മല്ലിക പറയുന്നുണ്ട്, ഞാനതന്ന് പറഞ്ഞില്ല, പാവം വർഷക്കൊച്ച് എന്ന് പറയണം കേട്ടോ. അതിനുശേഷം രാഘവൻ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുക തന്നെയാണ് കേട്ടോ. എനിക്ക് കാണാതെ പോകാൻ പറ്റില്ല, എൻ്റെ മോളെ കാണണം പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് കേട്ടോ. ശ്രീനെ കണ്ടതും തന്നെ രാഘവൻ ആകെ ഒരു ഭ്രാന്ത് പിടിച്ച പോലെയുണ്ട്, ഇവനെയാണോ എൻ്റെ മോളെ കല്യാണം കഴിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവരെല്ലാവരും പുറത്തേക്ക് വരികയാണ്. അതേസമയം വിവേകം വരികയാണ് കേട്ടോ. ഇവനാരാണ് ചോദിക്കുകയാണ് കേട്ടോ. അവൻ ആരാണെന്ന് ചോദിക്കുന്ന ശ്രീന്, അത് രക്ഷാകർത്താവാണ്. വസുന്ധര പറയും, ഇതാ ഈ എൻ്റെ മകനാണ് കല്യാണം കഴിക്കാൻ പോണത് ചോദിക്കും. അപ്പോൾ രാഘവൻ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, ഇവൻ്റെ രക്ഷാകർത്താവാണ് ശ്രീ എന്ന് പറയും. ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്ന് പറയുമ്പോൾ ശ്രീ പുറത്തേക്ക് വരികയാണ് കേട്ടോ. പുറത്തേക്ക് വന്നിട്ട് എല്ലാവരും കൂടി പറയുന്നുണ്ട് രാഘവൻ്റെ അടുത്ത്. പറഞ്ഞു കഴിഞ്ഞിട്ടും രാഘവന് മനസ്സിലാവുന്നില്ല കേട്ടോ. രാഘവൻ പിന്നെയും ബഹളം വെക്കണം. രാഘവന് ശ്രീയാണ് വർഷയെ സ്നേഹിച്ചിരുന്നതെന്നുള്ള കാര്യം പറയുമോ എന്ന് മനസ്സിലുണ്ട്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ മുൻപിലും വലിയൊരു പ്രശ്നമാവും. അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ രാഘവൻ എന്തായാലും പറയില്ല, കള്ളു കുടിച്ചാലും ബുദ്ധിയുള്ളവനാണ്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?